അവളെയും കാത്ത് ഭാഗം 11. എനിക്ക് സിത്താരയെ ഇഷ്ടമാണ്. തനിക്കിഷ്ടമാണെങ്കിൽ ഞാൻ ആരാണെന്ന് പറയാം. പച്ച നിറത്തിലെഴുതിയ ആ കടലാസ് തുണ്ട് അനീന സിത്താരയ്ക്ക് നേരെ നീട്ടി. ആരായിരിക്കും? ഹാൻഡ് റൈറ്റ് ഒരു പരിചയവുമില്ലല്ലോ. അനീന പറഞ്ഞു. നീ അത് വിട്ടേ, ആരെങ്കിലും ആകട്ടെ. ഞാൻ എന്തായാലും അതാരെന്ന് കണ്ടുപിടിക്കാനൊന്നുമില്ല, സിത്താര പറഞ്ഞു. എങ്കിലും അതിനെക്കുറിച്ച് ഷാജിറിനോടൊന്ന് പറയണമെന്ന് സിത്താരയ്ക്ക് തോന്നി. ക്ലാസ് കഴിഞ്ഞിറങ്ങിയപ്പോൾ അവൾ ഷാജിറിനെ കാത്ത് റോഡിൻ്റെ സൈഡിലായി വണ്ടി നിർത്തി കാത്തിരുന്നു. ഇന്ന് അനീനയില്ല. സിത്താര തനിച്ചായിരുന്നു. ഒരു 5 മിനിറ്റ് നിന്നപ്പോഴേക്കും ഷാജിർ എത്തി. കുറേ നേരമായോ നീ വന്നിട്ട്? ഷാജിർ ചോദിച്ചു. ഇല്ല, ഒരു 5 മിനിറ്റായി, സിത്താര പറഞ്ഞു. എക്സാം ഡേറ്റ് ആയോ? അവൾ ചോദിച്ചു. നെക്സ്റ്റ് മന്താണ്, അവൻ തിരിച്ചു പറഞ്ഞു. ഇനി ഇങ്ങനെ കറങ്ങി നടക്കാണ്ട് നീ നല്ലോണം വായിക്കിട്ടോ. അതുപോട്ടെ, നീ എന്താ പറയാനുണ്ടെന്ന് പറഞ്ഞ് അവൻ ചോദിച്ചു. അത് ഇന്ന് ക്ലാസ്സിലൊരു സംഭവം നടന്നു. അവൾ ഉണ്ടായ കാര്യം അവനോട് പറഞ്ഞു. നിന്റെ ക്ലാസ്സിലെ ആരെങ്കിലും ആണോ? അല്ല, ഹാൻഡ് റൈറ്റിംഗ് ഒക്കെ നോക്കി. നീ ആ നമ്പർ നോട്ട് ചെയ്തോ? കടലാസിലെഴുതിയത്? അത് ഇതാണ്. അവൾ ആ കടലാസ് കഷ്ണം അവന് നേരെ നീട്ടി. നീ ഇതിൽ വിളിക്കാനും ഒന്നും നിൽക്കണ്ട. മൈൻഡ് ചെയ്യാതിരുന്നാൽ വിട്ടുപോയിക്കോളും, അവൾ പറഞ്ഞു. ഇല്ല, ഞാനൊന്നിനും നിൽക്കുന്നില്ല. ഇനി എന്തെങ്കിലും ഉണ്ടാവുമോ എന്ന് നോക്കാം, അവൻ പറഞ്ഞു. ശരി, എന്നാൽ പോട്ടെ, അവൾ യാത്ര പറഞ്ഞുകൊണ്ട് അവിടെ നിന്നും തിരിച്ചു. വീട്ടിലെത്തിയ പാടെ സിത്താര കുളിച്ച് ചായ കുടിച്ച് ബുക്കുമായി അസൈൻമെൻറ്റ് എഴുതി തീർക്കാനുള്ളത് കൊണ്ട് എഴുതാനിരുന്നു. ദിവസങ്ങൾ കടന്നുപോയി. ഷാജിറിന് എക്സാം കാരണം സിത്താരയെ ഒന്ന് കാണാനെത്താൻ കഴിഞ്ഞിരുന്നില്ല. അവളുടെയും എക്സാം അടുത്തിരുന്നു. ഹാൾ ടിക്കറ്റ് വാങ്ങാൻ പോകാൻ നേരം അവൾ അനീനയെയും ഒപ്പം കൂട്ടിയിരുന്നു. ഷാജിറിനെ കാണുന്നില്ലെങ്കിലും ദിവസവും മെസ്സേജ് അയക്കലും വിളിക്കലും ഒക്കെ ഉണ്ടായിരുന്നു അവൾ. ഹാൾ ടിക്കറ്റിന് പോകുന്ന ദിവസം അവനും എത്തിയിരുന്നു അവളെ കാണാൻ. അവർ ജ്യൂസിയിൽ കയറി ഒരു ലൈമൊക്കെ കുടിച്ച് ഒരുപാട് നേരം സംസാരിച്ചാണ് പിരിഞ്ഞത്. അവർക്കിപ്പോൾ കാണാനേ പറ്റുന്നില്ലായിരുന്നു. സിത്താരയുടെയും ക്ലാസ് കഴിഞ്ഞ് സ്റ്റഡി ലീവായിരുന്നു. എൻ്റെ ഒരു എക്സാം കൂടിയേ ഉള്ളൂ, ഷാജിർ അവളെ അറിയിച്ചു. പിന്നെ ഞാൻ ഫ്രീ ആണ്. പക്ഷേ എനിക്ക് അന്നേരമേ എക്സാം തുടങ്ങുകയുള്ളൂ. അപ്പോൾ എന്തു ചെയ്യും? സിത്താര ആശങ്കപ്പെട്ടു. എക്സാമിന് കാണാമെന്ന ഉറപ്പോടെയാണ് അവർ അന്ന് പിരിഞ്ഞത്. എക്സാം ആയപ്പോൾ സിത്താരയ്ക്ക് നല്ല തിരക്കായിരുന്നു. ഒരുപാട് പഠിക്കാനുണ്ട്. ഷാജിറിനെ വിളിക്കുന്നത് തന്നെ കുറച്ചു. അല്ലെങ്കിൽ സൂറാബി വഴക്ക് പറയും, ഏതു നേരവും ഫോണിൽ തന്നെയാണെന്ന്. അവസാനത്തെ എക്സാമിൻ്റെ അന്നും ഷാജിർ സിത്താരയെ കാണാൻ വന്നു. അന്ന് ഏറെ കഴിഞ്ഞാണ് അവർ പോയത്. എനിക്ക് ചിലപ്പോൾ ഗൾഫിലേക്ക് പോകേണ്ടി വരും. ഒക്കെ ഉമ്മയുടെ റിലേഷനിൽപ്പെട്ട ആൾ അവിടെ എല്ലാം റെഡിയാക്കിയിട്ടുണ്ട്. അവിടെ ഒരു ലാപ്ടോപ്പിൻ്റെയും മൊബൈലിൻ്റെയും ഷോപ്പ് തുടങ്ങാമെന്നും അതിൽ പാർട്ട്ണർഷിപ്പായി പോകാമെന്നുമാണ് വിചാരിക്കുന്നത്. അത് കേട്ടതും സിത്താരയിൽ സങ്കടം തിങ്ങി. ഇനിയിപ്പോൾ എന്നെ മറക്കുമോ? സിത്താര വേവലാതിയോടെ ചോദിച്ചു. ഞാൻ അങ്ങനെ ചെയ്യുമെന്ന് നിനക്ക് തോന്നുന്നുണ്ടോ? അവൻ അവളോടായി ചോദിച്ചു. എനിക്ക് ഇങ്ങനെ ഒരാളോടും ഇഷ്ടം തോന്നിയിട്ടില്ല. നിന്നെ കണ്ടപ്പോൾ മാത്രമാണ് എനിക്കങ്ങനെ ഒരു ഫീൽ ഉണ്ടായത്. ഞാൻ അത് അറിഞ്ഞത്. ഒന്നിനു വേണ്ടിയും നിന്നെ നഷ്ടപ്പെടുത്താൻ എനിക്കാവില്ല. ഞാൻ അത് ചെയ്യില്ല, അവൻ പറഞ്ഞു. അപ്പോൾ ശരിക്കും പോകാൻ തീരുമാനിച്ചോ? പോകേണ്ടി വരും. പക്ഷെ നിന്നെ ഒഴിവാക്കിയിട്ടോ നിന്നെ വേണ്ടാന്ന് വെച്ചിട്ടോ ഞാൻ പോവില്ല. ഒരു തീരുമാനം എടുത്തിട്ടേ ഞാൻ പോകൂ. ഷാജിറിൻ്റെ തീരുമാനം എന്തായിരിക്കും? അതറിയണമെങ്കിൽ അടുത്ത എപ്പിസോഡ് വരെ നമുക്ക് കാത്തിരിക്കാം. ഷാജിർ കല്യാണം തീരുമാനിക്കുന്ന കാര്യമാണോ പറഞ്ഞിട്ടുണ്ടാവുക? എന്തായാലും അതറിയുന്നതിന് വരെ നമുക്ക് അടുത്ത എപ്പിസോഡ് വരെ കാത്തിരിക്കാം.